ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർമി പബ്ലിക് സ്കൂൾ റിക്രൂട്ട്മെന്റ് 2024 ആണ്. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് നവംബർ 2024. ആർമി പബ്ലിക് സ്കൂളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ആർമി പബ്ലിക് സ്കൂളിലേക്കാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ നിയമനം. ഈ റിക്രൂട്ട്മെന്റിന്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്. ഈ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, റെഗുലർ കൂടാതെ തന്നെ ഫിക്സഡ് ടൈം വിച്ച് മീൻസ് കോൺട്രാക്ച്വൽ പോസ്റ്റും കൂടി ഉൾക്കൊള്ളുന്നതാണ്. ഒരു നോട്ടിഫിക്കേഷനും കൂടി വരാനുണ്ട്. ആർമി പബ്ലിക് സ്കൂൾ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൂടി അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ആ നോട്ടിഫിക്കേഷനിലായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി, അതുപോലെ തന്നെ കാറ്റഗറി വൈസ് വേക്കൻസി, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് വിൽ ബി കണ്ടക്റ്റഡ് ഓൺ 23rd November to 25th November, in between 23rd and 25th. ഇതിൽ ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്, those who appear in examination will be given a scorecard which shall be valid for life. എന്ന് വെച്ചാൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, എക്സാമിനേഷൻ പങ്കെടുത്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്കോർ കാർഡ് ലഭിക്കുന്നതാണ്. ഈ സ്കോർ കാർഡ് ലൈഫ് ടൈം വാലിഡിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ആർമി പബ്ലിക് സ്കൂളിൻ്റെ ഏതൊരു റിക്രൂട്ട്മെൻറ്റിനും നമുക്ക് ഈ സ്കോർ കാർഡ് ഉപയോഗിക്കാം. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ മുൻഗണന ലഭിക്കുക ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും. അതുകൂടാതെ തന്നെ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ രണ്ട് കണ്ടീഷൻ ഉള്ളത്. റെഗുലർ പോസ്റ്റിന് സെലക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ 2 വർഷത്തിനുള്ളിൽ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ഫിക്സഡ് ടൈം, അതായത് കോൺട്രാക്ച്വൽ പോസ്റ്റിന് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഫ്രഷ് കാൻഡിഡേറ്റ്സ് കൂടാതെ ആർക്കെങ്കിലും നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കോർ കാർഡ് മാർക്ക് കൂട്ടണമെങ്കിൽ നമുക്ക് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇൻ്റർവ്യൂ ആണ്. ഇതിൽ പറയുന്നത്, ഓരോ സ്കൂളും റെസ്പെക്റ്റീവ് സ്കൂൾ ഷാൾ അനൗൺസ് ദ വേക്കൻസീസ് അവൈലബിൾ ഇൻ ദെയർ സ്കൂൾ ത്രൂ വേരിയസ് മീൻസ് ലൈക്ക് ന്യൂസ് പേപ്പർ, ഒഫീഷ്യൽ വെബ്സൈറ്റ്സ്. ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സ്കൂളുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സെൻട്രൽ സെലക്ഷൻ ബോർഡും ഉണ്ട്, ലോക്കൽ സെലക്ഷൻ ബോർഡും ഉണ്ട്. ഉദ്യോഗാർത്ഥികൾ റെഗുലർ പോസ്റ്റിനാണ് അപ്ലൈ ചെയ്തതെങ്കിൽ അവരുടെ ഇന്റർവ്യൂ സെൻട്രൽ സെലക്ഷൻ ബോർഡായിരിക്കും കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ലോക്കൽ സെലക്ഷൻ ബോർഡ് ആണെങ്കിൽ കോൺട്രാക്ച്വൽ പോസ്റ്റിലേക്ക്, അതായത് ഫിക്സഡ് ഇന്റർവെൽ പോസ്റ്റിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ നിയമനം ലോക്കൽ സെലക്ഷൻ ബോർഡായിരിക്കും കണ്ടക്ട് ചെയ്യുക. നിങ്ങളൊരു ലാംഗ്വേജ് ടീച്ചർ ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റിന് എസ്സേ റൈറ്റിംഗ് ആൻഡ് കോംപ്രഹെൻഷൻ, ഈ 2 കാര്യങ്ങളും 15 മാർക്ക് വീതം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റിന്റെ ഗൈഡ് ലൈൻസ് ആണ്. PRT, TGT, PGT ഈ 3 പോസ്റ്റുകളിലേക്കുമുള്ള ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റിന്റെ ഗൈഡ് ലൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൻഡിക്സ് ബിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ വേരിയസ് പോസ്റ്റസ്. ഫസ്റ്റ് വൺ PGT, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, 50% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. B.Ed അതും 50%. TGT ഗ്രാജുവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. B.Ed ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. PRT ഗ്രാജുവേഷൻ വിത്ത് DLEd ഓർ BLEd ഓർ B.Ed, 50% മാർക്ക് അഗ്രിഗേറ്റ്. ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ക്വാളിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റിന് ഓരോന്നിനും 50% മാർക്ക് വീതം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. PGT ആയാലും TGT ആയാലും PRT ആയാലും ഈ 3നും ഒരേ കണ്ടീഷനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PRT കാൻഡിഡേറ്റ്സിന് CTET ഓർ TET ഈസ് നോട്ട് മാൻഡേറ്ററി ഫോർ അപ്പിയറിംഗ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്. ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ CTET ഓർ TET ആവശ്യമായിട്ട് കാണിക്കുന്നില്ല ഇതിൽ. പക്ഷേ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കണമെങ്കിൽ CTET ഓർ TET ക്വാളിഫൈ ചെയ്യേണ്ടത് നിർബന്ധമാണ്. സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഫോർ റെഗുലർ ആൻഡ് ഫിക്സഡ് ടൈം കാറ്റഗറിക്ക് നിർബന്ധമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. NCTE റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ KV സംഘാതൻ റിക്രൂട്ട്മെൻറ്റ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ 2 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് വായിച്ചു നോക്കുക. അതിലായിരിക്കും ഈ കണ്ടീഷൻസ് പ്രതിപാദിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഏജ് ആൻഡ് എക്സ്പീരിയൻസ് ക്രൈറ്റീരിയ ഫോർ കാൻഡിഡേറ്റ്സ്. അപ്പോൾ നമുക്ക് ഏജ് ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. ആർമി സ്പൗസസിന് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബിലോ 40 ഫ്രഷ് കാൻഡിഡേറ്റ്സ് നോ ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബിലോ 45 ആണെങ്കിൽ 5 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ്. ബിലോ 50 ആണെങ്കിൽ 7 years ടീച്ചിങ് എക്സ്പീരിയൻസ്. ബിലോ 57 ആണെങ്കിൽ 9 year എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫോർ അതർ കാറ്റഗറീസ്, ബിലോ 40 ആണെങ്കിൽ നോ ടീച്ചിങ് എക്സ്പീരിയൻസ്. ബിലോ 57 ആണെങ്കിൽ 5 year ടീച്ചിങ് എക്സ്പീരിയൻസ്. മൊഡാലിറ്റി ഓഫ് കണ്ടക്ട് ഓഫ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. 23, 24, 25 കൊടുത്തിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ രജിസ്ട്രേഷൻ ഓഫ് കാൻഡിഡേറ്റ്സിന് എണ്ണം കൂടുന്നതനുസരിച്ച് ഇന്റർവ്യൂ ഡേറ്റ്സും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബ്ലൂ പ്രിൻറ്റ് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, അത് അപ്പൻഡിക്സ് ഡിയിൽ കൊടുത്തിട്ടുണ്ട്. എക്സാമിനേഷൻ സെൻറ്റർ അവൈലബിൾ ആണ്, രജിസ്ട്രേഷൻ പോർട്ടലിൽ അവൈലബിൾ ആണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സിനെ കുറിച്ച്. അതുകൂടാതെ തന്നെ ഫോർ ഈച്ച് കാറ്റഗറി ദർ വിൽ ബി 1 ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് 200 മാർക്ക്. PRT, PGT, TGT ഇത് 3 എക്സാമിനും 200 മാർക്കിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം. അതുകൂടാതെ തന്നെ നെഗറ്റീവ് മാർക്ക് 1/4 ഉണ്ടാവും. ഓരോ കാൻഡിഡേറ്റ്സിനും എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം അബ്സൊല്യൂട്ട് റിസൾട്ട് എക്സാം സമ്മറി ഷീറ്റ് ലഭിക്കുന്നതാണ്. അതിൽ ക്വസ്റ്റ്യൻ ഓഫേർഡ്,
ക്വസ്റ്റ്യൻ അറ്റംപ്റ്റഡ്, ക്വസ്റ്റ്യൻ നോട്ട് അറ്റംപ്റ്റഡ്, ഈ 3 കാര്യങ്ങളും അടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കാൻഡിഡേറ്റ്സിനും എക്സാം ഫിനിഷ് ബട്ടൺ അമർത്തിയതിന് ശേഷം ഒരു സ്ക്രീൻ ഡിസ്പ്ലേ ആവും, അതിൽ റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഫൈനൽ സ്കോർ കാർഡ് വിൽ ബി അവൈലബിൾ ആഫ്റ്റർ 21 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്. www.aivsindia.com ഇതിലായിരിക്കും ഒഫീഷ്യൽ ഗ്രേഡ് കാർഡ് ഉണ്ടാവുക. അടുത്തായിട്ട് പറയാൻ പോകുന്ന രജിസ്ട്രേഷനാണ്. www.aivsindia.com ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 10 September 2024 മുതൽ 25 October 2024 വരെയാണ് ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ സിസ്റ്റം വിൽ പേ യു 385 rupees ഫോർ അപ്ലിക്കേഷൻ ഫീ. രജിസ്ട്രേഷൻ ഫീസ് 385 ഫോർ ഓൾ കാൻഡിഡേറ്റ്സ്. ഈ നോട്ടിഫിക്കേഷനിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും അതുകൂടാതെ തന്നെ ഹെൽപ്പ് ലൈൻ മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ നിവാരണത്തിന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിറ്റ് കാർഡ് വിൽ ബി അവൈലബിൾ ഓൺലൈൻ. നമുക്കൊന്നുകൂടി ടെൻറ്റേറ്റീവ് ടൈം ഷെഡ്യൂൾ നോക്കാം. ആദ്യമായിട്ട് രജിസ്ട്രേഷൻ 10th September to 25th October 2024. അവൈലബിലിറ്റി ഓഫ് അഡ്മിറ്റ് കാർഡ് ഓൺലൈൻ 12 November. എക്സാമിനേഷൻ 23-24 November. റിസർവ് ഡേറ്റ് 25th November. പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് 10th December 2024. ലിസ്റ്റ് ഓഫ് ആർമി പബ്ലിക് സ്കൂൾ. അപ്പോൾ കേരളത്തിനടുത്ത് APS ബാംഗ്ലൂർ, അതുകൂടാതെ ചെന്നൈയും കൂടിയുണ്ട്. കേരളത്തിലാകട്ടെ വെല്ലിംഗ്ടൺ ഐലൻഡ്, ട്രിവാൻഡ്രം, കാനനൂർ, ഈ 3 സ്ഥലങ്ങളിലും ആർമി പബ്ലിക് സ്കൂളുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്കായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ നിയമനം. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഫോർ ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ്. അപ്പോൾ ഈ സബ്ജക്റ്റുകളായിരിക്കും. മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ ആർമി പബ്ലിക് സ്കൂൾ PGT ആണെങ്കിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് 2 year ഇൻ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് MA MSc 50% മാർക്ക്, പിന്നെ B.Edഉം 50% മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തായിട്ട് സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ PGT ഇംഗ്ലീഷ്, ഹിന്ദി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഹോം സയൻസ്, മാത്തമാറ്റിക്സ്, PGT ഫൈൻ ആർട്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, PGT ബയോടെക്നോളജി. നെക്സ്റ്റ് വൺ PGT കമ്പ്യൂട്ടർ സയൻസ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് 50% മാർക്കാണ്. B.Tech ഓർ M.Tech, MSc, BSc കമ്പ്യൂട്ടർ സയൻസ്, BCA ഈക്വലൻ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, പ്രൊഫഷൻസി ഇൻ ടീച്ചിങ്. PGT ഇൻഫർമേഷൻ പ്രാക്ടീസസ് അറ്റ്ലീസ്റ്റ് 50% മാർക്ക്. B.Tech. PGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ BPEd, BPE 50% മാർക്ക്, അറ്റ്ലീസ്റ്റ് BPEd 50% മാർക്ക് ഉണ്ടാവണം. ഈ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനിൽ നിങ്ങൾ യോഗ്യരായാൽ മതിയാവും. ഇതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് TGT ക്വാളിഫിക്കേഷനാണ്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷനായിട്ട് 4 year ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ഓഫ് റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ NCERT ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ വിത്ത് 55% മാർക്ക്, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി വിത്ത് 50% മാർക്ക് ഇൻ കൺസേൺഡ് സബ്ജക്റ്റ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് നോക്കുവാണെങ്കിൽ TGT ഹിന്ദി, ഇംഗ്ലീഷ്, SST, മാത്തമാറ്റിക്സ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് പാസ് ഇൻ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഓർ TET, പ്രൊഫഷൻസി ഇൻ ടീച്ചിങ് ഇൻ ഇംഗ്ലീഷ് മീഡിയം, നോളജ് ഇൻ കമ്പ്യൂട്ടർ. നെക്സ്റ്റ് വൺ TGT ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ കാണിക്കുന്ന ക്വാളിഫിക്കേഷനിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഇതിൽ പങ്കെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ PRT പ്രൈമറി ടീച്ചറാണ്. ഗ്രാജുവേഷൻ ഈസ് എ മസ്റ്റ് വിത്ത് 50% മാർക്ക് ആൻഡ് BLEd ഓർ 2 year DLEd. Candidates must qualify Central Teacher Eligibility Test or TET, proficiency in teaching in English and also computer application knowledge. നെക്സ്റ്റ് വൺ PRT ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ. അതിലും ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാജുവേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഗ്രാജുവേഷൻ വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് വൺ ഓൺലൈൻ സ്ക്രീൻ ടെസ്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റ്. PRTയുടെ നമുക്ക് നോക്കാം. 3 hour ഡ്യൂറേഷൻ, MCQ 200 മാർക്ക്. ഫസ്റ്റ് വൺ ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 5% മാർക്ക്, 10 question. നാഷണൽ ലെവൽ കരിക്കുലം 2%, ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് 2%, ഗ്ലോബൽ ഇവൻറ്റ്സ് 1%. നെക്സ്റ്റ് വൺ പെഡഗോജി കരിക്കുലം ആൻഡ് എഡ്യൂക്കേഷൻ പോളിസി മാറ്റേഴ്സ് 10% ക്വസ്റ്റ്യൻ ആണ്, 20 question. പെഡഗോജി ഫൗണ്ടേഷണൽ 4%, ചൈൽഡ് സൈക്കോളജി ഓർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ 2%, RT NEP 2020 NCF 2005 ലേറ്റസ്റ്റ് NCF അതിലും ചോദിച്ചിട്ടുണ്ട്. അക്കാദമിക് പ്രൊഫഷൻസിയാണ് കൂടുതൽ, 170 questions. സയൻസ് 25%, സോഷ്യൽ സയൻസ് 20%, മാത്തമാറ്റിക്സ് 20%, ഇംഗ്ലീഷ് NCERT ബുക്സ് 10%. അപ്പോൾ ഇതൊക്കെ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബ്ലൂ പ്രിൻറ്റ് നോക്കുവാണെങ്കിൽ പ്രൈമറി ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ്, ഈ 3നും പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഏകദേശം 75% ക്വസ്റ്റ്യൻസും അക്കാദമിക് പ്രൊഫഷൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും അപ്ലൈ ചെയ്യുക. ആർമി പബ്ലിക് സ്കൂൾ ഒരു നല്ലൊരു പ്രിവിലേജ്ഡ് സ്കൂളാണ്.
നിങ്ങളുടെ വേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി അപ്ലൈ ചെയ്ത് തരുന്നതാണ്. താങ്ക്